സുഹൈൽ, ഞാൻ ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. എന്താണ് ഈ സമാധാന ചർച്ചകളുടെ ഒരു ഭാവി എന്താണ്? ഒന്ന്, സമാധാന ചർച്ചകളെ പോലും ആക്രമിക്കുക എന്നൊരു നിലയെടുക്കുക. രണ്ട് സമാധാന ചർച്ചയെ ആക്രമിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ ആ സമാധാന ചർച്ചയ്ക്ക് ഇല്ല എന്നൊരു മെസ്സേജ് കൊടുക്കൽ കൂടിയാണ്. എന്ന് വെച്ചാൽ അതിന്റെ സാധ്യത ഒരു ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ ചുരുങ്ങാനുള്ള അല്ലെങ്കിൽ നിന്നുപോകാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഏകദേശം ഈ ചർച്ചകൾ അവസാനിച്ചു എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഗസയിൽ വലിയ പ്രതീക്ഷയായിരുന്നു. ജനങ്ങൾ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ജനത, അവർക്ക് മുകളിൽ സമാധാനം വരുന്നു എന്ന പ്രതീക്ഷ ഗസയിലാകെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇസ്രായേലിലേക്ക് വരികയാണെങ്കിലും അവിടെ ഒരു പ്രതിഷേധം കുറച്ചൊക്കെ കെട്ടടങ്ങിയ രൂപത്തിൽ ട്രംപ് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ചർച്ചകളെല്ലാം അവസാനിച്ച ഒരു രൂപത്തിലാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ നിന്ന് ടെൽ-അവീവിൽ കഴിഞ്ഞ ദിവസം ബന്ദിയുടെ ഒരു മാതാവ് പറയുകയാണ്, യഥാർത്ഥത്തിൽ ഇസ്രായേൽ ബോംബിട്ടത്, നെതന്യാഹു ബോംബിട്ടത് എൻ്റെ മകൻ്റെ തലക്ക് മുകളിലാണ് എന്ന് പറയുകയാണ്. അതായത് ഇനി ഒരിക്കലും ബന്ദികളുടെ തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന തരത്തിൽ ഇസ്രായേലി ജനത ആ തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിനൊട്ടും നെതന്യാഹു തയ്യാറല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ നെതന്യാഹു അവസാനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കണം എന്ന് നെതന്യാഹുവിന് ഒരിക്കലും താല്പര്യമില്ല. യുദ്ധം നയിക്കുന്ന IDF-ന്റെ മേധാവികൾ, ഇന്റലിജൻസ് മേധാവികൾ, അവർക്കെല്ലാം ഈ സൈനിക നേതൃത്വത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകണം എന്നുള്ള ഒരു ആശയമുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളൊരു ബാഹ്യ സമ്മർദ്ദം ശക്തമായ ഉണ്ടായാൽ മാത്രമേ വെടിനിർത്തൽ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് തന്നെ പോവുകയുള്ളൂ. അത് അമേരിക്കയാണ് ചെയ്യേണ്ടത്. പക്ഷേ അമേരിക്ക ഇത്രയും കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നെതന്യാഹുവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നയങ്ങൾ തീരുമാനിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മറുഭാഗത്ത് ഇനി ഖത്തർ കൂടി അതിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വെടിനിർത്തൽ ചർച്ചകൾ അസ്ഥാനത്താകും, അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകൾ അസ്തമിക്കും. പൂർണ്ണമായും അത് ഇനി ഇല്ലാത്ത രൂപത്തിലേക്ക് പോകും. ഇപ്പോൾ തന്നെ പലതവണ സൂചന നൽകിയതാണ് ഈ വർഷം ഒരിക്കലും യുദ്ധം അവസാനിക്കില്ല എന്ന്. വൈറ്റ് ഹൗസിൽ നിന്ന് രഹസ്യവും പരസ്യവുമായിട്ടുള്ള പല വിവരങ്ങളും പുറത്തു വന്നതാണ്. ഈ വർഷം മുഴുവൻ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ നെതന്യാഹുവിന് ട്രംപ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇനി ഈ വർഷത്തിന് ശേഷം അടുത്ത ജനുവരിയിൽ കാര്യങ്ങൾ നോക്കാം എന്നുള്ള തരത്തിലാണുള്ളത്. അതുവരെ ചില ആളുകളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില പ്രസ്താവനകൾ ഉണ്ടാവുക എന്ന് മാത്രമാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് പല അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി അത്തരമൊരു തന്ത്രത്തിലേക്ക് പോവേണ്ടതില്ല എന്ന് ഖത്തർ കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ചർച്ചകൾ അവസാനിക്കും. പക്ഷേ മറുഭാഗത്ത് ഉയർന്നു വരുന്ന ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് വെടിനിർത്തലിലേക്ക് പോവാൻ നെതന്യാഹു സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഈ യുദ്ധം അവസാനിക്കുമ്പോൾ യുദ്ധലക്ഷ്യങ്ങളായി നെതന്യാഹു എണ്ണിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നടക്കണം. 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹമാസിനെ നശിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെടിനിർത്തലിലേക്ക് പോകാൻ വേണ്ടി ആഗോള സമ്മർദ്ദമുണ്ട്. UN ജനറൽ അസംബ്ലി ചേരുന്നുണ്ട്. ഇപ്പോൾ വലിയ ഫ്ലോട്ടില സഖ്യത്തിൻ്റെ ഗ്ലോബൽ കപ്പലുകൾ 50ഓളം കപ്പലുകൾ വരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നാകെ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഈ തരത്തിലൊക്കെയുള്ള ഒരു വലിയ സമ്മർദ്ദം വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു വെടിനിർത്തലിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ വെടിനിർത്തലിന് മുമ്പ് ഗസ സിറ്റി പിടിച്ച്, അതാണ് ഹമാസിന്റെ ശക്തി കേന്ദ്രം, അത് തകർത്തു എന്ന് വരുത്തുക. അതോടൊപ്പം തന്നെ ഹമാസിന്റെ മുഖങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇല്ലാതെയാക്കുക. അതിൽ പ്രധാനം കഴിഞ്ഞ ആഴ്ചയിൽ അബൂ ഉബൈദയെ വധിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നു. ഇനി ആകെ അവശേഷിക്കുന്ന 2 മുഖങ്ങളാണുള്ളത്. അതിലൊന്ന് ഖാലിദ് മിഷലാണ്, മുൻ ഹമാസിന്റെ മേധാവി. മറ്റൊന്ന് ഇപ്പോഴത്തെ മേധാവിയായിട്ടുള്ള ഖലീൽ ഹയ്യാണ്. അപ്പോൾ ഈ 2 പേരെ കൂടി അങ്ങ് ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ ഹമാസിനെ നശിപ്പിച്ചു എന്ന് പുറമേക്കെങ്കിലും പറയാം. അങ്ങനെ ഹമാസിനെ നശിപ്പിച്ചു എന്ന ലക്ഷ്യം നേടി, ഹമാസിന് ഉന്മൂലനം എന്ന ലക്ഷ്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന കാര്യം ഉയർത്തിക്കാട്ടി വെടിനിർത്തലിലേക്ക് പോകാം. അതിനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്ന് വാദിക്കുന്നവരുണ്ട്. ഏതായിരുന്നാലും ഈ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് നെതന്യാഹുവിന് ഈ പറയപ്പെടുന്ന 2 കാര്യങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നതാണ്. ഇങ്ങനെയാണ് എങ്കിൽ ഒരു ലക്ഷ്യവും പൂർത്തീകരിക്കാതെ ഇനി യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം അത് ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര രംഗത്തും വലിയ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തലിലേക്ക് ഒരു സമ്മർദ്ദവും ഉണ്ടാകും എന്ന് ഇനി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പലതവണ ട്രംപ് ആളുകളെ കബളിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് വലിയ വാർത്തകൾ കേൾക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കപ്പെടാൻ പോവുകയാണ്, മിഡിൽ ഈസ്റ്റിൽ ഇനി സമാധാനത്തിന്റെ ദിനങ്ങളാണ് എന്നെല്ലാം ട്രംപ് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് നെതന്യാഹുവിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി വലിയൊരു ലോബിയിങ് തന്നെ നടക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ബ്ലാക്ക്മെയിലും നെതന്യാഹു ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IDF-ന്റെ മേധാവികളെയും അതേപോലെ തന്നെ ഇന്റലിജൻസ് മേധാവികളെയും ഷിൻബെറ്റിന്റെ മേധാവികളെയും എല്ലാം മാറ്റാൻ
നെതന്യാഹു തയ്യാറാകുന്നു. തങ്ങൾക്കൊപ്പം നിൽക്കാത്ത ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നെതന്യാഹു നടത്തുന്നത്. പക്ഷേ അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടും ഇപ്പോഴും IDF-ന്റെ മേധാവി പറയുന്നത്, ഇയാൽ ജമീൽ പറയുന്നത്, എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഗസ സിറ്റി പിടിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോയാൽ ഇനിയും നിരവധി സൈനികർ കൊല്ലപ്പെടും എന്ന സന്ദേശം സൈനിക വിഭാഗത്തിൽ നിന്ന് വരാൻ പോകുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ഖത്തറിന് നേരെ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് സമാധാന ചർച്ചകളിൽ നിന്ന് പിറകോട്ട് പോകാനാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും നല്ല സൂചനയാണ്. യുദ്ധം ഒരിക്കലും അവസാനിപ്പിക്കാൻ നെതന്യാഹു തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് അനുകൂലമാണ് സയനിസ്റ്റ് സിദ്ധാന്തങ്ങൾ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഗ്രേറ്റർ ഇസ്രായേലാണ് സയനിസത്തിന്റെ പദ്ധതി. അത് ഗസയിലോ അല്ലെങ്കിൽ ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കുന്നതിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ആ അതിർത്തികളെല്ലാം കടന്ന് സൗദി അറേബ്യ വരെ നീളുന്ന വലിയ മാപ്പാണ്. അവിടേക്ക് എത്തിച്ചേരുക എന്ന ആശയം ഉള്ളതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസം തോറ ഗ്രന്ഥത്തിലെ വാചകങ്ങൾ വരെ ഉദ്ധരിച്ചുകൊണ്ടാണ് നെതന്യാഹു സംസാരിച്ചത്. അവസാനത്തെ ശത്രുവിനെയും തകർക്കുന്നത് വരെ, ഈ രാജ്യത്തിന്റെ അവസാനത്തെ ആഗ്രഹ ലക്ഷ്യവും നേടിയെടുക്കുന്നത് വരെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ നെതന്യാഹു പറയുകയാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഗസയോ അല്ലെങ്കിൽ സമാധാന നീക്കങ്ങളോ അദ്ദേഹത്തിന് നിഘണ്ടുവിലേ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരിക എന്നത് ഇസ്രായേലിന്റെ നിഘണ്ടുവില്ലാത്ത ഒരു കാര്യമാണ്